അപ്പോൾ ഗൈസ് നമുക്ക് ബിഗ് ബോസിലെ 4ാമത്തെ ദിവസത്തെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ സത്യനെ മറ്റേ ബെഡിൽ നിന്ന് എടുത്ത് അക്ബറൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന സീനാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം എനിക്ക് തീരെ താല്പര്യമില്ല. ഒരാളെ ഹെൽത്ത് കംപ്ലീറ്റ്ലി പോണ മാതിരിയാണ്. കാരണം ഒരാളെ ഉറക്കം എന്ന് പറഞ്ഞാൽ അത്രയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉറക്കം. അപ്പോൾ ആ ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണിത്. അതും ഒരു ദിവസവും അല്ല, 2 ദിവസമായി. അതത്ര നല്ല ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോ അതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്ന രാവിലെ തന്നെ അനീഷും ഷാനവാസും ഉള്ള ചെറിയൊരു ഇതാണ്. അതിൽ അനീഷ് പറയുന്നത് ഭയങ്കര സത്യമായിട്ട് വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഷാനവാസ് ഇങ്ങനെ വേറെ ആരതാക്കിയാലും അന്നെ ഞാൻ വിശ്വസിക്കില്ല, ആ ഒരു ടൈമിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അത് സത്യമാണ്. ചങ്ങായി ഭയങ്കര സീനാണ്. ഷാനവാസ് എന്ന് പറയുന്നത് ഭയങ്കര മൈൻഡ് ഗെയിം കളിക്കും. നല്ലൊരു ഗെയിമറാട്ടോ, ഭയങ്കര. പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ള ടീംസിനൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു ചങ്ങായിയാണ് ഷാനവാസ് എന്ന് പറഞ്ഞത്. അടിപൊളി ചങ്ങായി. എപ്പോൾ വേണമെങ്കിൽ മാറാം, എപ്പോൾ വേണമെങ്കിലും 4 കാലിൽ നിൽക്കും എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയൊക്കെ നിൽക്കാനൊക്കെ പറ്റും. പിന്നെ വിഷയം വരുന്നത് സെപ്റ്റി ടാങ്ക്. രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് സത്യം പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്, അങ്ങനെ നമുക്ക് കരുതാം. കാരണം അനീഷിനെ അവിടെ നോറയും മറ്റുള്ളതും കൂടി അപ്പീന്ന് എന്തോ വിളിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അനീഷ് സത്യം പറഞ്ഞാൽ അനീഷ് ഭയങ്കര വെറുപ്പിക്കില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ അനീഷ് യാതൊരു തരത്തിലൊന്നും പറയുന്നില്ല. ഓക്കെ എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നേ. പിന്നെ മാത്രമല്ല, രേണു ആണെങ്കിൽ വേട്ടപ്പട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എന്നെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചാലും ഇപ്പം എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചാലും എനിക്ക് ദേഷ്യം പിടിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാളും ഈക്വലാണ്. അതും പോരാഞ്ഞിട്ട് അക്ബർ എന്തോ സ്വന്തം ഉമ്മേനൊക്കെ പിടിച്ചിട്ട് സത്യമിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സത്യമിട്ടാൽ ഉള്ളിൽ തട്ടിയിട്ട് സോറി പറയുന്ന പോലെ തന്നെയാണത്. അപ്പോൾ അത് ആ രീതിയിൽ എടുത്താൽ മതി. പക്ഷെ രേണു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ജനറലൈസ് ചെയ്യും. അതായത് ഇവിടെയുള്ള സ്ത്രീകളെ മൊത്തം പറഞ്ഞതാണ്, പക്ഷെ അത് അവിടെയുള്ള സ്ത്രീകൾ എന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നെ മാത്രമല്ല, ഒരു വിധവേനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ രേണു വിചാരിക്കുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതാണ്, ഇത്രയും ഇതിൽ നിൽക്കുന്നതാണ്, അങ്ങനെ ഒരാൾ ഒരു വേസ്റ്റ് എന്നുള്ള രീതിയിൽ കരുതുമ്പോൾ, അതും സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിൽ കരുതുമ്പോൾ ഞാൻ എത്ര അധ്വാനിച്ചിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് കരുതാം. പക്ഷെ എന്നിരുന്നാൽ പോലും ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് രേണുവിനെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, അതൊരു ടാസ്കുമാണ്. പിന്നെ ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ ഓമനപ്പേരിടാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ കുറേ പേര് ഓമനപ്പേര് എന്നല്ല കളിയാക്കി പേരിടുന്ന പോലെയാണ് ഇഷ്ടമില്ലാത്തവരിടുന്നത്. അത് ഒരിക്കലും ഓമനപ്പേര് എന്ന് പറയാൻ പറ്റില്ല. ഈവൻ മുള്ളൻപന്നി ആണെങ്കിൽ പോലും അത് ഓമനപ്പേര് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ടാസ്ക് വന്നിട്ട് വാക്ക് പോര്. അത് 3 ആൾക്ക് എന്തോ ബാൻഡ് കൊടുക്കുന്നുണ്ട്. ആ ബാൻഡ് ഉള്ളവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഗിസലിന് കുറേ കാര്യങ്ങൾ പറയാം, പക്ഷെ അവർക്കൊന്നും പറയാനില്ല. അവിടെ ഭയങ്കര സത്യം പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക ഗിസലിനാണ്. പക്ഷേ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അവളൊന്നും പറഞ്ഞിട്ടില്ല. അവൾ ആ ബാൻഡിന് വേണ്ടിയിട്ട് യാതൊന്നും ആകെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനിതിൽ അധ്വാനിച്ചിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം 2 മിനിറ്റ് എന്തോ സമയം കൊടുക്കുന്നുണ്ട്. അതിൽ ആ ഒരു ചെറിയ ഇതിൽ തന്നെ ചുരുങ്ങിപ്പോയി. പക്ഷെ നിവിനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ കുറേ സംഭവങ്ങൾ പോയിന്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു, ഞാൻ അവൻ്റെ നിന്ന് കട്ടു, എന്നിട്ട് ഞാൻ കള്ളനായി, കട്ടാ പിന്നെ കള്ളനാവൂലേ, അതിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അപ്പം ഇജെൻ്റെ കള്ളേ, അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ ഒരു ടാസ്കിലാണ് ഗിസൽ വല്ലാണ്ട് സംസാരിച്ചില്ല. പക്ഷേ അതിൽ ഗിസൽ തോറ്റല്ലോ, അതിൽ ഭയങ്കര സങ്കടമായിപ്പോയി. ആ ഒരു ബാൻഡ് പോയതിനു ശേഷം ഗിസൽ കംപ്ലീറ്റ് പോയടാ, എന്തോ കിളി പോയ മാതിരിയേനു. നമുക്ക് കാണുമ്പോൾ തന്നെ അല്ല ഇവളല്ലേ. എനിക്ക് അതിന് തൊട്ട മുന്നത്തെ എപ്പിസോഡൊക്കെ അവളെ ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര അടിപൊളി പ്ലെയർ ആയിട്ടൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ നോമിനേറ്റ് മറ്റേ ഇതിൽ വോട്ട് ചെയ്ത് തന്നെ ഗിസലിനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല പ്ലെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം ആ ബാൻഡ് പോയപ്പോൾ 30ൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ ഇത് ഇടാനും പാടില്ല, അത് തിരിച്ചു കൊടുക്കുന്നൊക്കെ അങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും 30 ഫുള്ള് ഡൗൺ ആയിപ്പോയി, ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ ആരും 30നെ സപ്പോർട്ട് ചെയ്തില്ല. അതിനും ഭയങ്കരമായിട്ട് തകർന്നു പോയി. പാവം തോന്നുന്നു. പക്ഷെ ഗെയിമാണ്, അങ്ങനെ പാവം തോന്നി കളിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നൈസായിട്ട് നിവിൻ എല്ലായിടത്തും നൈസായിട്ട് കളിക്കുന്നുണ്ട്. ഈവൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഗിസലിൻ്റെ സംഭവം പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിവിൻ കളിച്ച അടിപൊളി കളിയാണ്. കാരണം മലയാളം ഗിസലിന് അധികം പറയാൻ പറ്റില്ല. എന്നിട്ട് ഗിസലിനെ ചൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ നിവിൻ ആളെടുത്തുനിന്ന് എടുക്കുകയും ചെയ്തു. പിന്നെ മാത്രമല്ല, അവൻ നൈസായിട്ട് അക്ബറിൻ്റെ അടുത്താണ് ഇവളെ ബാൻഡ് മിസ്സിങ് ആണ്. അപ്പോൾ അക്ബറിൻ്റെ അടുത്താണ് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ ഒരു ഓക്കെ ആക്കാൻ നോക്കി. പിന്നെ ഗിസൽ എല്ലാവരുടെ അടുത്തും നൈസായിട്ട് വീണ് പോകുന്നുണ്ട്. അത് ഒരു പാവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്, ഭയങ്കര പാവമായിട്ട് തോന്നിപ്പോയി. ഒരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് ആദ്യം തോന്നിയെങ്കിലും പിന്നെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കണ്ടപ്പോൾ ഒരു പാവമായിട്ട് തോന്നി. പിന്നെ ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ അക്ബർ ഫസ്റ്റായി, പിന്നെ അഭിലാഷ് സെക്കൻഡും ആയിട്ടുണ്ട്. അവർക്ക് ചൂസ് ചെയ്യാം, ഒരു ഗോൾഡ് കോയിനും ഉണ്ടാവും, ഒരു ഡെസ്റ്റിനി കോയിനും ഉണ്ടാവും.
അപ്പൊ ഈ ഡെസ്റ്റിനി കോയിൻ അക്ബർ എടുക്കും ചെയ്തു, ഗോൾഡ് കോയിൻ അഭിലാഷ് എടുക്കും ചെയ്തു. ഗോൾഡ് കോയിൻ ഉള്ളവർക്ക് ഒരാളെ എലിമിനേറ്റ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ ആര്യ, ഇതിൽ ആരെങ്കിലും ഒരാളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് ഗോൾഡ് കോയിന്. അപ്പൊ അതിൽ ഷാനവാസിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ അക്ബർ ചെയ്ത സംഭവമുണ്ട്. അക്ബർ ഡെസ്റ്റിനി കോയിനാണ്. അതില് മറ്റേ ടാസ്കില്ലേ, എന്താ തീപ്പെട്ടിക്കൊല്ലോ എന്തോന്ന്, ആ ടാസ്കിൽ പുറത്ത് 4 ആൾക്കാർ കിടക്കുന്ന ആ ടാസ്കില് ഷാനവാസിനെ നൈസായിട്ട് എടുത്ത് പെറുക്കി ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തിട്ട് നൈസായിട്ട് രഞ്ജിത്തേട്ടനെ കയറ്റി. ഏട്ടനെ വിളിക്കാൻ പാടില്ലല്ലേ, ശരിയാ, രഞ്ജിത്ത് മുൻഷീനെ കയറ്റി. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ ഒരു മാസ് സംഭവം അവിടെ ഒറ്റയടിക്ക് ഇല്ലാണ്ടായി പോയി. ഇന്റെ കീഴിലാണ് ഇത് ഇങ്ങോട്ട് കയറിയെന്നുള്ള ആ സാധനം വന്ന ഇപ്പൊ കളിച്ച കളി അടിപൊളി കളിയാ. അവിടെ ഷാനവാസിന്റെ മാസ് പോയിപ്പോയി. പക്ഷെ അത് മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് എന്ത് ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഫസ്റ്റ് ദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ കണ്ടല്ലേ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത്, ഓൻ്റെ കൊതൊക്കെ അവൻ്റെ മുകളിൽ കൂടെ പോയത്. ഒരു അഭിനയിക്കുമ്പോൾ കൊതൊക്കെ വന്ന് നമ്മളിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തേ. അത് വന്നിട്ട് പോലും ചെങ്ങായി അറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ആണെങ്കിലും അങ്ങനെ ഒരു പാവം തോന്നിയിട്ടായിരുന്നു, കാരണം മെഡിസിൻ കഴിക്കുന്നതല്ലേ, പാവല്ലേ എന്നുള്ളത്. പക്ഷെ ഇയാൾക്ക് മാസമാവണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ഫസ്റ്റ് ദിവസം ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ അഭിനയിക്കുന്നത്. പക്ഷെ ഫസ്റ്റത്തെ തവണ അഭിനയിക്കുകയാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഉറങ്ങിപ്പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉറങ്ങിപ്പോയിട്ടുണ്ട്. മാത്രമല്ല മൂപ്പര് ബെഡ് കയറിയിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. നൈസായിട്ട് 3 ആൾക്കാരെ പറ്റിച്ച്, 3 പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടാണ് ചെങ്ങായി നൈസായിട്ട് ഉറങ്ങി. ഇത് കേട്ടതും ഫുള്ള് സീനായി പോയില്ലടോ. മറ്റേ 3 ഗിസൽ അല്ലെങ്കിൽ കിളി പോയിരിക്കുക, അതിന്റെ ബാൻഡും പോയി ഒക്കെ പോയി, തുണിയൊക്കെ പോയിട്ട് അത് കിളി പോയിരിക്കുക. അതിൻ്റെ അടുത്ത് ഇത് വന്നപ്പോൾ എന്താ ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ കൊലത്തിലാണ് ഗിസൽ നിൽക്കുന്നത്. ഇവരാണ് അടി ഉണ്ടാക്കുമ്പോൾ മലയാളം പ്രോപ്പർ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ RJ ബിൻസി ഭയങ്കര കച്ചറുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശക്തിയൊക്കെ ആയിരുന്നു അവിടെ കച്ചറുണ്ടാക്കേണ്ടത്. ബിൻസിയൊക്കെ ഭയങ്കര കച്ചറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ, വലിയൊരു കച്ചറുണ്ടായി. അതിൽ ഷാനവാസിനൊന്നും പറയാനില്ല. ഷാനവാസ് ഫുള്ള് പോയിപ്പോയി, കയ്യിൽ നിന്ന് പോയിപ്പോയി. അപ്പം ഇങ്ങനെ ഷാനവാസ് പറയുന്നത് കേൾക്കണം. അത് ഞാൻ പറയട്ടെ എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ ലൈവ് കണ്ടവർക്ക് നല്ല മനസ്സിലാവും. ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തപ്പിക്കളി. എൻ്റെ മോനെ കോമഡി സീരിയലാണ് അത്. അതില് ഷാനവാസ് ഫുള്ള് പൊളിഞ്ഞ് അക്ബർ ഷാനവാസിനെ പൊട്ടിച്ച് അങ്ങോട്ട് ഒറ്റയടിക്ക് സാധിക്കാൻ. അവിടെ അക്ബർ അടിപൊളി കളി കളിച്ച്, കിട്ടില്ല കളി കളിച്ച്. പിന്നെ അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ വൈറ്റ് കോയിൻസ് എന്തോ പുറത്തുണ്ടാവും. അതിൽ കൂടുതൽ വൈറ്റ് കോയിൻസ് ഉള്ളവർക്കാണ് ആ ടാസ്കിൽ ജയിക്കുക. പക്ഷെ അതിൽ ആര്യനാണ് ജയിച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും അക്ബറിനാണ് ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. അതിൽ പണിപ്പുരയിലേക്ക് പോകാൻ പറ്റിയ ആള് അക്ബറായി മാറുകയാണ്. അവിടെ അക്ബറിനോട് പലരും പറയുന്നുണ്ട് ഫുഡ് എടുക്ക്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു 15 സെക്കൻഡിൽ നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല. അവൻ ഏതെങ്കിലും ഒന്നെടുത്ത് പോരുക, അങ്ങനത്തെ സംഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അമ്മാതിരി 15 സെക്കൻഡ് അല്ലേ ഉള്ളൂ. എന്ത് കാട്ടാനാ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. 1 2 3 നമ്മൾ എണ്ണി തീരുമ്പോഴത്തേക്ക് 15 സെക്കൻഡ് പെട്ടെന്ന് തീരും. ഇത് ഡോർ തുറന്ന് ഉള്ളിൽ പോയി പിന്നെയും ഡോർ തുറന്നിട്ട് പുറത്തേക്ക് വരണം. ആ ടൈമിൽ ഒരു 2-3 സാധനം എടുത്ത് കുക്കാന്നല്ലാതെ ഓരെല്ലാവരും ഫുഡിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ എടുക്കില്ലെന്ന് നമുക്കറിയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നിവിനും ഗിസലും ഒരു സീനുണ്ട്. നിവി ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിവിടെ വേറൊരാളും ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കൂലെന്ന്. എന്താണ് ആ ലവ് ട്രാക്ക് ഉണ്ടാക്കിക്കോട്ടെ. ലവ് ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ്, ഒരു പ്രത്യേക സുഖമൊക്കെ. കഴിഞ്ഞ ആഴ്ചയൊന്നും ലവ് ആയില്ലെങ്കിലും നമ്മൾ മറ്റേ അർജുനും മറ്റോളൊക്കെ നമ്മൾ നൈസായിട്ടൊരു വൈബ് അടിച്ചല്ലേ, അതേമാതിരി ഇതിലൊരു ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ ഒരു നൈസായിട്ട് നോക്കിയിട്ടുണ്ട്. ഒന്നിൽ നൈസായിട്ട് എവിടെ ഒരു സ്പാർക്ക് ഉണ്ട് എന്നൊക്കെ അക്ബറിനോട് പറഞ്ഞെന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ട്. അപ്പോൾ ഗിസലിനെ കാണുമ്പോൾ എന്തൊരു സ്പാർക്ക് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ട്. അപ്പോൾ ഒരു ലവ് ട്രാക്ക് ഉണ്ടാവാൻ ഗിസൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഗിസലാണ് എന്താണോ എല്ലാവരും പറയുമ്പോൾ ആണോ അത് അങ്ങനെയാണോ, ഓ അങ്ങനെ ആയി പോണടോ, അതൊരു പാവമാതിരിയെ തോന്നുന്നു. അതിനെല്ലാവരും മൊയ്താക്കും. എന്നിട്ട് അതിനോട് ലവ് ട്രാക്ക് ഉണ്ടാക്കണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്താ എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ഇഷ്ടമുള്ള ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാ. എനിക്ക് അതിനൊരു പാവമായിട്ടാണ് തോന്നി. അപ്പൊ മൊത്തം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇന്നത്തെ എപ്പിസോഡിൽ നല്ല കളി കളിച്ചത് അക്ബറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇന്നത്തെ എപ്പിസോഡിൽ അടിപൊളിയായിട്ട് കളിച്ചത് അക്ബറായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ടാസ്കിലാണെങ്കിലും ചെങ്ങായി അടിപൊളിയായിരുന്നു. മാത്രമല്ല മൂപ്പര് ചുറ്റുവട്ടം നോക്കുമ്പോഴാണെങ്കിലും കുറച്ചൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ബൈ.